ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ചാലഞ്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആണെങ്കിൽ കില്ല് ഡാമേജ് ഒന്നും എടുക്കാതെ നമ്മളിന്ന് BR പ്ലസ് കിട്ടുമോ നോക്കാൻ പോകുന്നത്. പ്ലസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചാലഞ്ച് നോക്കും. പ്ലസ് 5 മണ്ടേ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് ജയിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ റൈഡേഴ്സ് ക്ലബ്ബിൽ ഇറങ്ങിയിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തത് തന്നെ നമ്മളെ കാറിലെ മച്ചൻ ചത്തായിരുന്നു. നമ്മളങ്ങനെ റൈഡേഴ്സ് ക്ലബ്ബിലെ വെഡ്ഡിങ് മിഷൻ്റെ അടുത്തോട്ട് പോയിട്ടപ്പോൾ തന്നെ ഒരു AW കൈ കയറി വന്നായിരുന്നു. ആണ് നമ്മളെ മച്ചാനെ അങ്ങ് പൊക്കി അങ്ങ് വിട്ടിട്ട് ആ AW നമ്മുടെ അടുത്ത് കളഞ്ഞു ഗൈസ്. അപ്പോൾ ഈ കളി മൊത്തം ഇങ്ങനെയാണ് ഗൈസ്. നമ്മൾ മെഡ് എടുക്കും, കിട്ടണ ഗണ്ണൊക്കെ എടുത്ത് ദൂരെ കളയും, പൈസ കളക്റ്റാക്കും, അങ്ങനെയാണ് ഗൈസ്. പിന്നെ ടീംമേറ്റ്സ് ചത്ത അവരെയും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈവ് ആക്കി വിടും. അപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു കുറേ നേരം പോയത്. അപ്പോൾ ഞാൻ റൈഡേഴ്സ് ക്ലബ്ബിൽ ചെറുതായിട്ടൊന്ന് ഫൈറ്റ് പൊട്ടിയായിരുന്നു ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് 2 വട്ടം. അപ്പോൾ ഞാൻ ബെഞ്ചെക്സ്റ്ററിട്ട് നൈസായിട്ട് അങ്ങ് വഴിഞ്ഞു ഗൈസ്, മറ്റേ മായാജാലം ക്യാരക്ടറിട്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു ഗണ്ണെടുക്കും, ലൂട്ടടിൽ പൈസ എടുക്കും, പൈസ കളക്ട് ചെയ്യും, ടീംമേറ്റ്സിൻ്റെ കൂടെ പോകും, ഫൈറ്റ് ഉണ്ടെങ്കിൽ വലിയും, ടീംമേറ്റ്സിനെ പൊക്കും, മറ്റേ ഹീലിംഗ് ഗണ്ണിട്ട് ഹെൽത്ത് കൂട്ടി കൊടുക്കും, ടീംമേറ്റ്സിനെ പൊക്കും. ഇതേപോലെയാണ് ഗൈസ് ഞാൻ കുറേ നേരം കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നൈസായിട്ട് വേറൊരു സ്ഥലത്തോട്ട് വന്ന് ഗൈസ്. ഇവിടെ അടിയൊക്കെ പൊട്ടോ വിചാരിച്ചാണ് വന്നത്, പക്ഷെ ഇവിടെ അടിയൊന്നും അങ്ങനെ പൊട്ടിയില്ല ഗൈസ് അധികം. പിന്നെ നമ്മളെ മച്ചാന്മാർ ചെറുതായിട്ടൊന്ന് ചത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മളെ മച്ചാന്മാരെ നമ്മൾ പോയി പൊക്കുകയാണ് ഗൈസ്. കുറച്ചൊക്കെ ചാവുന്നുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ചുമ്മാ നടന്നു ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, വീണ്ടും പോവും, മച്ചാന്മാരെ പൊക്കും, വീണ്ടും എടുത്ത് ചത്തിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് അവനെയും കൂടെ പോയി പൊക്കി കയ്യിരിക്കുന്ന ഗണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോയിൻസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കാറിലോ മച്ചാൻ വന്നിട്ട് പറഞ്ഞ് വാ ഡ്രോപ്പ് എടുക്കാമെന്ന്. അപ്പോൾ ഇതും വിശ്വസിച്ച് ഞാൻ ഡ്രോപ്പൊക്കെ എടുക്കാൻ പോയി ഗൈസ്. പക്ഷേ ഡ്രോപ്പൊക്കെ എടുക്കാൻ പോയപ്പോഴാണെങ്കിൽ കാറിലോ മച്ചാൻ ഒരു ലൂട്ട് എടുത്തിട്ട് പറഞ്ഞാൽ നീ ലൂട്ടൊന്നും എടുക്കണ്ട, ഇങ്ങോട്ടിരുന്നാൽ ഞാൻ ലൂട്ട് എടുക്കാമെന്ന് ഗൈസ്. എനിക്ക് എവിടെ നിന്നോ അടി കിട്ടി. ഞാൻ മായാജാലമായിട്ട് ഞാൻ നേരെ അങ്ങ് വിട്ട് പിടിച്ച് ഗൈസ്, ഇങ്ങേലറൊക്കെ വെച്ച് വിട്ട് പിടിച്ച്. എന്നിട്ട് നമ്മളെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിൻ്റെ മണ്ടയിരിക്കുന്ന പൈസയും കൂടെ എടുത്തിട്ട് നൈസായിട്ട് നമ്മളെ ടീമേറ്റിനെയൊക്കെ അങ്ങ് പോയി പൊക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ ടീമേറ്റിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ പൊക്കി വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് തോക്കും ബുള്ളറ്റൊക്കെ എടുത്ത് കളഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളെ കോയിൻ എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ നൈസായിട്ട് മണ്ടയിലോട്ട് കയറിയിട്ട് ആ കോയിനും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കോയിൻ എടുത്തതും നമ്മൾ വേറൊരു ടീമേറ്റും ചത്ത് ഗൈസ്. അപ്പോൾ അവനെയും കൂടെ നൈസായിട്ട് അങ്ങ് റിവൈവ് ആക്കി വിട്ടിട്ടുണ്ട്. യുവമാരിങ്ങനെ ചാവുന്നതുകൊണ്ടും ഞാൻ റിവൈവ് ചെയ്യുന്നുണ്ടോ പ്ലസ് കിട്ടുമെന്നൊക്കെ അറിയാൻ മച്ചാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവന്മാർ ചത്താൽ പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്യാൻ നോക്കും, പിന്നെ ഹെൽത്തും കൂടെ കൂട്ടി കൊടുക്കും. പിന്നെ ഒരു മച്ചാൻ ചത്തപ്പോൾ എൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അടുത്തൊരു ടീം വന്നപ്പോൾ ഞാൻ മറ്റേ മായാജാലം കയറിട്ടിട്ട് നേരെ ആ സൈഡിലോട്ട് പോയി അവിടുത്തെ പൈസ എടുത്ത് ഇവന്മാർ റിവൈവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നേരെ ആ വീട്ടിലോട്ട് കയറി ഗൈസ്. ഞാൻ വീട്ടിലോട്ട് കയറിയപ്പോൾ അവിടെ ഒരു ലാൻഡ് മൈൻ ഇടുന്നത് ഞാൻ കണ്ടില്ല. അത് പൊട്ടി ഞാൻ നൈസായിട്ട് അങ്ങ് ചത്തിട്ടുണ്ട് ഗൈസ്. കാറിലോ മച്ചാനാണെങ്കിൽ അവിടെ നിന്ന് മൊത്തം ചിരിയായിരുന്നു. എൻ്റെ കാറിലോ മച്ചാനും ഒരു ബംഗാളി മാത്രമേ ഉള്ളായിരുന്നു. കാറിലോ മച്ചാൻ ഒരുപാട് ലൂട്ടൊക്കെ എടുത്ത് നോക്കി, പക്ഷേ